എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രുചികരമായിട്ടുള്ള ഒരു തൊടുകറി റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ വിഷുവിന് തീർച്ചയായിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് നിമിഷ നേരം മാത്രമേ ആവശ്യമുള്ളൂ. സദ്യയിൽ നമ്മൾ വിവിധ തരം തൊടുകറികൾ തയ്യാറാക്കി എടുക്കുമല്ലോ. അതിനൊപ്പം നമുക്ക് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഒരു തൊടുകറിയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അതും മത്തൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തൊടുകറി തയ്യാറാക്കി എടുക്കുന്നത്. ഇന്ന് നമ്മൾ ഒരേ രീതിയിലൊക്കെയാണ് പച്ചടി തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഈ വിഷുവിന് നിങ്ങൾ തീർച്ചയായിട്ടും മത്തൻ വെച്ചിട്ടൊരു പച്ചടി ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ. നല്ല രുചികരമാണ്. ഇത് തയ്യാറാക്കിയാൽ വീണ്ടും നിങ്ങൾ തയ്യാറാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ഈ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഈ പച്ചടി തയ്യാറാക്കി എടുക്കുന്നത് മത്തൻ വെച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് 1.5 കപ്പ് അളവിൽ മത്തൻ അരിഞ്ഞത് ആവശ്യമുണ്ട്. ഇതേ വലുപ്പമുള്ളൊരു മത്തൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ സാധാരണ വെള്ളരിക്കയൊക്കെ അരിഞ്ഞെടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഇതും അരിഞ്ഞെടുക്കണം. ചെറിയ ക്യൂബ്സുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പോളം ഞാൻ മത്തങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1-2 പൊടികളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മത്തനൊന്ന് നെകരെ നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മത്തനൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് ആവി കയറിയാൽ തന്നെ പെട്ടെന്ന് വേകുന്നതാണല്ലോ. ഇനി നമുക്ക് അടച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 മുറി നാളികേരം ചിരുകി എടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് ഒരു പച്ചമുളകും ഒരു 3/4 ടീസ്പൂൺ അളവിൽ ജീരകവും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ലേശം വെള്ളം ചേർത്തേ അരച്ചു കൊടുക്കാവൂ. ഒത്തിരി അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കരുത്. കടുക് നമുക്ക് ചേർത്ത് കൊടുക്കണം. അത് സെപ്പറേറ്റ് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരപ്പിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുക്കുന്നില്ല. മത്തൻ്റെ പീസുകളെല്ലാം ഇപ്പോൾ ഒരു 3/4% വേവായിട്ടുണ്ട്. ഒരു മധുര പച്ചടി രൂപത്തിലാണ് ഞാൻ ഈ മത്തൻ വെച്ചിട്ട് പച്ചടി തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച ശർക്കരയാണ് ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടുകയും ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് വറ്റിച്ചെടുക്കുകയും കൂടെ വേണം. ഈ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വെച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മധുര രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് ശർക്കര ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് കൊടുക്കാതെ അല്ലാതെയും പച്ചടി തയ്യാറാക്കാം. നമ്മൾ വേവിക്കാൻ നേരം ഉപ്പ് ചേർത്ത് കൊടുത്തില്ല. ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ലേശം വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ പിന്നെ അത് വറ്റിച്ചെടുക്കാനൊക്കെ സമയമെടുക്കും. ഇനി ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം. ഒത്തിരി അങ്ങ് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ഈ പച്ചടി കഴിക്കുമ്പോൾ മത്തങ്ങയുടെ കഷ്ണങ്ങളോട് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ഇനി നമുക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. അരപ്പിൻ്റെ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ചൂടാക്കി എടുക്കുകയാണ്. ഈ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഒരു 3/4 കപ്പ് അളവിൽ ഉടച്ച തൈര് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കണം. ചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ട് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഓഫ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ചതച്ച കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂണോളം കടുക് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താലും കുഴപ്പമില്ല. കടുക് ഒത്തിരി അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ഉണ്ടാകും. അതുകൊണ്ട് ഇതുപോലെ ചതച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇനി താളിപ്പിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമ്മൾ കടുകൊക്കെ ചതച്ച് ചേർത്തതുകൊണ്ട് പിന്നീട് ഞാൻ കടുകൊന്നും പൊട്ടിച്ചെടുക്കുന്നില്ല. ഒരു തണ്ട് കറി ലീഫും ഒരു 3 വറ്റൽമുളകും കൂടെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മൂപ്പിച്ച കൂട്ടും കൂടെ നമ്മുടെ പച്ചടിയിലോട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി കഴിയും. ഈ വറവോട് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചൊരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇലയിലൊക്കെ തൊട്ട് കൂട്ടാനായിട്ട് ഈ ഒരു പച്ചടി നല്ല കിഡു ടേസ്റ്റാണ്. വാഴയിലയിൽ ഇട്ടാൽ ഒട്ടും തന്നെ ഒഴുകിപ്പോയില്ല. നല്ല കട്ടിക്ക് തന്നെ നമ്മൾ ഈ പച്ചടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല രുചികരം തന്നെ. മത്തൻ വെച്ചിട്ടുള്ള ഈ മധുര പച്ചടി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. പൈനാപ്പിൾ വെച്ചിട്ടൊക്കെ നമ്മൾ മധുരപ്പച്ചടി തയ്യാറാക്കി എടുക്കുമല്ലോ. സദ്യയിൽ ഈ ഒരു മധുരപ്പച്ചടി നമുക്ക് ഒഴിവാക്കാനാവാത്തത് തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോകരുത്. അടുത്ത ദിവസം ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.